ഹലോ ഗായ്സ്, അനന്തുവാണ് അമൃത ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അമ്മയുള്ളതുകൊണ്ട് അമ്മയാണ് അടുക്കളയിലെ പാചകങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അവയ്ക്ക് വലിയ പനിയാണ്, ജലദോഷമൊക്കെയാണ്. അപ്പോൾ അമ്മ ഇന്ന് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്നറിയാം. എന്തൊക്കെയാണ് അമ്മ ഇന്ന് പാടിയത്? മുളക് വറുത്തത്, ഫസ്റ്റിലെ എരിശ്ശേരി ഉണ്ട്, മുളക് വറുത്തത്, എരിശ്ശേരി ഉണ്ട്. എരിശ്ശേരിയാണ് ഇന്ന് ചോറിന് കറി വെച്ചിരിക്കുന്നത്. എന്താണ് കറി എന്നറിയാം. ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ? അതിൽ വെളുത്തുള്ളിയും ജീരകം, തേങ്ങ, മുളക്, ചേന, മത്തങ്ങ, കുമ്പളങ്ങ ഇതെല്ലാം ഇട്ട് പയറിട്ട് കറി വെച്ചതാണ്. പിന്നെ പപ്പടം, ഇത് അമരയ്ക്ക തോരനാണ്. അമരയ്ക്ക ബീൻസ് തോരൻ. അമരയ്ക്ക ബീൻസും തോരൻ. പിന്നെ പപ്പടം. പിന്നെ ചമ്മന്തിപ്പൊടി. ഇത് നമ്മുടെ കൊല്ലത്തുകാർക്കുള്ള ചമ്മന്തിപ്പൊടി, ഇടിച്ചമ്മന്തിയാണ്. ഇത് ഇടിച്ചമ്മന്തി. അമ്മ ഇടിച്ചമ്മന്തി ഉണ്ടാക്കിയതാണ് ഇന്നത്തത്. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ? ഇത് ചുമയ്ക്കുള്ള കഷായം ഉണ്ടാക്കിയാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് അമ്മ? ചുമന്നുള്ളി, പിന്നെ ഞവരയില, ആടലോടം, തുളസി, കുരുമുളക്, കരിപ്പോട്ടി, ഇതെല്ലാം ചേർന്നുള്ള ചുക്ക്, ഇതെല്ലാം പച്ചമല്ലി എല്ലാം കൂട്ട് കഷായം. ആശുപത്രി പോകാൻ വയ്യ, മരുന്ന് കഴിക്കാൻ വയ്യ, അതുകൊണ്ടാണ് സ്വയം കഷായത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കഷായം ഉണ്ടാക്കി കുടിക്കുകയാണ്. മരുന്ന് വേണ്ട, മരുന്ന് കഴിക്കുമ്പോൾ വയറ് പെരുവണം, അതുകൊണ്ട് മരുന്ന് വേണ്ട, അതുകൊണ്ട് കഷായം ഉണ്ടാക്കി കുടിച്ചോളാം എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രാമേശ്വരത്ത് പോകും. അപ്പോൾ രാമേശ്വരത്ത് പോയി. അപ്പോൾ അമ്മ പറയും, രാമേശ്വരത്ത് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് യാത്രയെല്ലാം സുഖമായിരുന്നു. പോയി 21 കിണറ്റിലെ വെള്ളം കോരി കുളിച്ച് റെഡിയായി എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ട് കേട്ട് വന്ന് നന്നായി. പോയതിൽ വളരെ സന്തോഷം. അങ്ങനെ അമ്മയ്ക്ക് അവിടെ പോയി കണ്ട് അതൊക്കെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അത് പോകണമെന്ന്. അപ്പോൾ അവിടെ പോയി കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഞായറാഴ്ച പഴനിയിലൊക്കെ പോയിട്ട് വീട്ടിൽ പോകാമെന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലായിടമൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ലൊരു മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്. നല്ല കാലാവസ്ഥ, വെയിൽ ഇതൊക്കെ ഇതിൽ നിന്നിട്ട് ഇതിപ്പോൾ ആ കോള് മാറി ഇരുണ്ടടച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും സുഖമായിരിക്കും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇനി വൈകുന്നേരം ഒരു പുകിൽ, ആ സമയം വരുമ്പോൾ ഒരു പുകിൽ മാത്രം വേണമുള്ളത്. അതുവരെ ഇവിടെ ഊമയായിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പം പിന്നെ അമ്മയുള്ളതുകൊണ്ട് അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ അടുത്ത ആഴ്ച പോകും. അപ്പോൾ പിന്നെ തനിച്ചായി. അതുകൊണ്ട് പിന്നെ അമ്മയുള്ളതുകൊണ്ട് അടുക്കള പണിയല്ല നമുക്ക് അങ്ങനെ പണി ഇപ്പോൾ കുറവാണ്. പണി അങ്ങനെയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോകൾ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോയും ഞങ്ങൾ വരാം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. വീണ്ടും ഒരു വീഡിയോയുമായി വരാം. ബൈ.